നാളെ രാവിലത്തെ ഭക്ഷണത്തിനുള്ള ഇലകളാണ് ഇപ്പോൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ. ഇപ്പോൾ സമയം രാത്രി 12 മണിയായി. 12 മണി ആയതോടു കൂടിയിട്ട് പഴയ പൂ കൊണ്ടുള്ള അലങ്കാരങ്ങളൊക്കെ അഴിച്ച് പുതിയത് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി തന്നെ ഭഗവാനെ ദർശിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീണ്ട ക്യൂ ആണ് ഈ ഇടത് സൈഡിൽ കാണുന്നത്. ഹായ് നമസ്കാരം, ഞാൻ ബിബിൻ ശ്രീ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന പുതുമുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഗുരുവായൂരാണ്. അപ്പോൾ നാളത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാളെ ഡിസംബർ 11 അതായത് ഗുരുവായൂർ ഏകാദശിയാണ് നാളെ. അപ്പോൾ ഇന്നിപ്പോൾ രാത്രി തലേദിവസമായിട്ടുള്ള രാത്രി 10-ാം തീയതി രാത്രിത്തെ കാഴ്ചകളും വിശേഷങ്ങളും കാണിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അമ്പലത്തിൻ്റെ കണ്ടു പോകാം. അപ്പോൾ അമ്പലത്തിൻ്റെ പടിഞ്ഞാറ് നടക്കിലാണ് ഞാൻ ഇപ്പം നിൽക്കുന്നത്. പടിഞ്ഞാറ് നടയിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ പുറത്താണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് പടിഞ്ഞാറ് നടയിൽ നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് കറങ്ങി മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ചെമ്പൈ സംഗീത കച്ചേരി നടക്കുന്നുണ്ട്, അതും കണ്ട് ഭക്ഷണവും കഴിച്ച് അതുപോലെ തന്നെ അമ്പലത്തിൻ്റെ പരിസരത്തുള്ള പുഷ്പങ്ങൾ കൊണ്ടുള്ള നാളത്തെ ഏകാദശിക്കുള്ള അലങ്കാരങ്ങൾ പണികളൊക്കെ കണ്ട് നമുക്കിങ്ങനെ കറങ്ങി നടക്കാം. അങ്ങനെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ വാ, നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് പരിപാടി കാണാം. അങ്ങനെ ഈ വർഷത്തെ ഏകാദശി വന്നിരിക്കുകയാണ്. അപ്പോൾ ആ ഏകാദശി തലേദിവസമായിട്ടുള്ള രാത്രി കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമ്പലത്തിൻ്റെ അകത്ത് ശിവേലി നടക്കുകയാണ്. ഭഗവാൻ ആനയുടെ അകമ്പടിയോട് കൂടിയിട്ട്, അതായത് ആനപ്പുറത്ത് കയറിയിട്ട് ഭഗവാൻ എഴുന്നള്ളിക്കൊണ്ടിരിക്കുകയാണ്. അത് കാണാൻ വേണ്ടിയിട്ട് ആയിരക്കണക്കിന് ആളുകളാണ് അമ്പലത്തിൻ്റെ അകത്തുള്ളത്. അങ്ങനെ നമ്മളിപ്പോൾ പടിഞ്ഞാറ് നടക്കുന്നത് നമ്മളിന്ന് കിഴക്കൻ നടക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര തിരക്കാണ്. ഈ അമ്പലത്തിൻ്റെ നടയിലേക്ക് ഒരുപാട് ആളുകളാട്ടോ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ജാതി മത വ്യത്യാസമില്ലാതെ, അതായത് ഈ ഒരു ഏകാദശി തലേദിവസം ചെമ്പൈ സംഗീതോത്സവം കൂടാതെ പിന്നെ ഭഗവാന്റെ എഴുന്നള്ളത്തുണ്ട്. അത് ഏറ്റവും വലിയ കാര്യമാണ്. അത് കൂടാതെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ പ്രോഗ്രാംസ് ഒന്നും ഇവിടെ അമ്പലത്തിൽ ഉണ്ടായിരിക്കില്ല. പക്ഷേ എന്നിരുന്നാലും ഈ ഒരു അമ്പലം നാളെ ഏകാദശിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്നത് കാണാനും ഇവിടുത്തെ ഒരു അന്തരീക്ഷം കാണാനും ആ ഒരു സന്തോഷവും ഇതിനു വേണ്ടിയിട്ട് ജാതിമത വ്യത്യാസമില്ലാതെ ഒരുപാട് പേരാണ് ഈ ഒരു അമ്പലത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഭയങ്കര ഒരു ഫീലിങ്സ് ആണ് ഇവിടെ വന്നിട്ട് ഇതുപോലെ നിൽക്കുമ്പോൾ എന്നുള്ളത്. അപ്പം അതിനാണ് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഗുരുവായൂർ ഏകാദശി വ്രതത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഗുരുവായൂർ ഏകാദശി 7 നോറ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ 7 തലമുറകളായിട്ടുള്ള ദുരിതങ്ങളും ദുഃഖങ്ങളും ദോഷങ്ങളൊക്കെ നമ്മെ വിട്ട് ഒഴിഞ്ഞു പോകുന്നുള്ളതാണ് വിശ്വാസം. അതുപോലെ തന്നെ ഈ ഒരു വ്രതം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 7 നോറ്റ് കഴിഞ്ഞാൽ നമ്മുടെ 7 തലമുറയ്ക്ക് ഇതിൻ്റെ ഫലമുണ്ടാവും എന്നുള്ളതാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുകൊണ്ടായിരിക്കാം ഈ പഴയ മുത്തശ്ശിമാരൊക്കെ ഇങ്ങനെ പറയുന്നത് അവരുടെ അമ്മമാരും അല്ലെങ്കിൽ അവരുടെ കാരണന്മാർ എടുത്ത വ്രതത്തിൻ്റെ ഫലമാണ് അല്ലെങ്കിൽ ഗുണമാണ് ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ. അങ്ങനെ ഇപ്പോൾ നമ്മളിതാ കിഴക്കൻ നടയിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര തിരക്കാണ് കേട്ടോ, കണ്ടില്ലേ? നല്ല തിരക്കാണ്. എന്തായാലും നല്ല രസമുണ്ട്. പൂവും കുറേ കച്ചവടങ്ങൾ കാര്യങ്ങളൊക്കെ ഇവിടെ ഈ സൈഡിലുണ്ട്. നല്ല അതുപോലെ തന്നെ ആ കാണുന്നത് അമ്പലത്തേക്ക് കയറാനുള്ള ക്യൂ ആണ്. ആ ഭാഗത്തൊക്കെ കാണുന്നത്. അങ്ങനെ അമ്പലത്തിൻ്റെ മുൻഭാഗത്ത് വന്ന് പുറത്ത് നിന്നിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങൾ ഇങ്ങനെ കാഴ്ചകൾ കണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നടപ്പന്തലിലൂടെ അങ്ങനെ നടന്നു പോവാണ്. കുറേ കച്ചവടക്കാരുണ്ട്. അതുപോലെ തന്നെ ഭയങ്കര തിരക്കാണ്. ഒരുപാട് ക്യൂ ഉണ്ട്. അതുപോലെ തന്നെ കച്ചവടങ്ങളുണ്ട്. ഒരുപാട് ആളുകൾ ഇങ്ങനെ കച്ചവടങ്ങൾ കണ്ട് നടക്കുന്നുണ്ട്, ഓരോന്ന് വാങ്ങുന്നുണ്ട്. അപ്പം ഞങ്ങളും ആ കൂട്ടത്തിലൂടെ അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. ഭയങ്കര രസം. ഗുരുവായൂർ കുറച്ച് കാലമായിട്ട് കാണുന്ന ഒരു സംഭവമാണ് കേട്ടോ ഈ ഒരു ടൈപ്പ് ഐറ്റംസ്. ഒരുപാടാണ്. ഇതിങ്ങനെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഒരുപാട് ആൾക്കാർ ഇത് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. നെക്സ്റ്റ് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കലാണ്. അപ്പോൾ ശരവണഭവനിൽ കയറി ഞാനിതാ പൊറോട്ടയും ഗോപി മഞ്ചൂരിയാണ് പറഞ്ഞിരിക്കുന്നത്. സരി പറഞ്ഞിരിക്കുന്നത് ദോശ, മസാല ദോശയാണ്. രാജു പറഞ്ഞിരിക്കുന്നത് മസാല ദോശ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം കഴിച്ചിട്ടുള്ള നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും ഇതുപോലെ നടക്കുക, കാഴ്ചകൾ കാണുക. അത് തന്നെയാണ് ഇന്നത്തെ നേരം വിളക്കണ വരെയുള്ള ഉദ്ദേശം. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ചിറങ്ങി. നമ്മൾ പിന്നെയും നമ്മൾ അമ്പലത്തിൻ്റെ നടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗുരുവായൂർ അമ്പലത്തിൻ്റെ പുതിയ കവാടമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് വീണ്ടും അമ്പലത്തിൻ്റെ മുൻഭാഗത്തേക്ക് നമുക്ക് പോവാം.
ഇപ്പോൾ ഈ ഒരു കാണുന്ന ഇടതുഭാഗത്ത് കാണുന്ന ഈ ഒരു ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ട ആളുകൾ ഇരിക്കുന്നത് കണ്ടില്ലേ, അത് ഭഗവാനെ ദർശിക്കുന്നതിന് വേണ്ടിയിട്ട്, ഭഗവാന്റെ ദർശനം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യൂ ആണിത്. അപ്പോൾ ഈ ഒരു ക്യൂവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ റെസ്റ്റ് ചെയ്ത് ഇരുന്നുകൊണ്ട് തന്നെ ക്യൂ നിൽക്കാം. ശരിക്കും ക്യൂ നിൽക്കാന്നല്ല, ക്യൂ ഇരിക്കുക തന്നെ പറയാം. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്യൂ മൂവ് ചെയ്യുമ്പോൾ മാത്രം നമുക്ക് നടന്നാൽ മതി. ബാക്കിയുള്ള സമയത്ത് നമുക്ക് റെസ്റ്റ് ചെയ്ത് ഇരിക്കാനുള്ള സൗകര്യം ഗുരുവായൂർ എന്നും ഒരുക്കിയിട്ടുണ്ട്. അത് അമ്പലത്തിലേക്ക് കയറുന്ന ചുറ്റുമതിലിൻ്റെ കുറച്ച് ഇപ്പുറം വരെ തന്നെ നമുക്ക് ആ സൗകര്യം ഉണ്ട്. അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം റെസ്റ്റാണ്. അപ്പോൾ ആ റെസ്റ്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ എന്താ പറയുക, സംഗീതം കേൾക്കാൻ പോവാണ്. അവിടെ ചെമ്പൈ സംഗീതോത്സവം നടക്കുന്നുണ്ട്. ആ കച്ചേരി കേൾക്കാൻ വേണ്ടി പോവാണ് ഞങ്ങൾ. അങ്ങനെ ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞു, നട അടച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോഴും ഭക്തരുടെ തിരക്ക് ഭയങ്കര തന്നെ കേട്ടോ. ഭഗവാനെ കാണുന്നതിന് വേണ്ടിയിട്ട് വലിയ ക്യൂ ആണ് ഇപ്പോഴും അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഒരുപാട് ആളുകൾ ഇപ്പോഴും ഇങ്ങനെ തൊഴാൻ വേണ്ടി ക്യൂ നിന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് പുറമെ ഈ ഏകാദശി ദിവസമായിട്ടുള്ള നാളെ ഏകാദശി ആണെങ്കിൽ ഇന്ന് വെറുതെ ഇങ്ങനെ കറങ്ങാൻ വേണ്ടിയിട്ട്, അതായത് ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ കാണുക, അതുപോലെ തന്നെ അമ്പലം പരിസരമൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പേരാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ കണ്ടില്ലേ അപ്പോൾ അതിൻ്റെ ഒരു തിരക്ക് ഇപ്പോഴും കുറഞ്ഞിട്ടില്ല. ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഭയങ്കര രസമുണ്ട്. ഇങ്ങനെ ഞങ്ങളിങ്ങനെ ഈ അമ്പലത്തിൻ്റെ പരിസരവും മറ്റുമായിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഭയങ്കര അടിപൊളി തന്നെയാണ്. കുളത്തിൻ്റെ അരികിലൂടെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഭയങ്കര ഫീലാണ് കേട്ടോ. ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂരിലെ ഏകാദശി എല്ലാ വർഷവും വൃശ്ചിക മാസത്തിലാണ് ഉണ്ടാവാറുള്ളത്. പൊതുവെ മോക്ഷക ഏകാദശി എന്നും അറിയപ്പെടുന്നു. ഈ ദിവസം ഗുരുവായൂർ അമ്പലത്തിലെ പ്രതിഷ്ഠാ ദിനം കൂടിയാണ്. ഭഗവാൻ മഹാവിഷ്ണു ദേവീദേവന്മാരോടുകൂടി എഴുന്നള്ളുന്ന ദിവസം കൂടിയാണ് ഏകാദശി നാൾ, അതായത് നാളത്തെ ദിവസം. അപ്പോൾ നാളെ ഏകാദശി നാളിൽ
ഇവിടെ വരുന്നവർ മഹാപുണ്യം ചെയ്തവരും അതുപോലെ തന്നെ ഭാഗ്യം ചെയ്തവരായിട്ട് അതുകൊണ്ടാണ് കണക്കാക്കപ്പെടുന്നത്. വ്രതങ്ങൾക്ക് ഏറെ പ്രാധാന്യമുള്ള ഹൈന്ദവ വിശ്വാസത്തിൽ മഹാവിഷ്ണു ഭഗവാനെ ഭജിക്കുന്നതിന് വേണ്ടി ഏറ്റവും വിശേഷിക്കപ്പെട്ട വ്രതമാണ് ഏകാദശി വ്രതം. ഏകാദശി തലേദിവസമായിട്ടുള്ള ഇന്ന് ഒരു നേരം മാത്രമാണ് ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. അതായത് ഒരിക്കലും എടുക്കുക എന്ന് പറയും നമ്മൾ. അതുപോലെ തന്നെ തറയിൽ വേണം നമ്മൾ കിടക്കാൻ ഏകാദശി എടുത്തവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അമ്പലത്തിൻ്റെ ചുറ്റുഭാഗം നോക്കിയാൽ കാണാൻ പറ്റും ഒരുപാട് ആളുകളാണ് ഇവിടെ വന്നിട്ട് തറയിൽ കിടന്നുറങ്ങുന്നത്. ഏകാദശി വ്രതത്തിൻ്റെ ഫലത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എണ്ണിയാൽ തീരാത്ത അത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. വിഷ്ണുപ്രീതിക്കും മോക്ഷം ലഭിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗ്ഗമാണ് ഏകാദശി വ്രതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ വർഷം ഏകാദശി എടുത്തിട്ടുള്ള എല്ലാ ഭക്തർക്കും എൻ്റെയും എൻ്റെ ചാനലിൻ്റെയും സ്നേഹവും പ്രാർത്ഥനയും. ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് വരുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. സൈനിങ് ഓഫ് വിപിൻ ശ്രീ.